രണ്ടാഴ്ച കഴിയുമ്പോൾ സുമയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു മുംബൈയിൽ നിന്ന്. ജോൺ വെബർ എന്തിനു വേണ്ടിയാണ് ഇടുക്കിയിലെ സുമയ്ക്ക് 2 മില്യൺ പൗണ്ട് കൊടുക്കേണ്ടത്? ആസ്ക് ആൻഡ് ആൻസറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലണ്ടനിൽ ജീവിക്കുന്ന മിസ്റ്റർ ജോൺ വെബർ എന്തിനു വേണ്ടിയാണ് ഇടുക്കിയിലെ സുമയ്ക്ക് 2 മില്യൺ പൗണ്ട് കൊടുക്കേണ്ടത്? സുമയ്ക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് കിട്ടുകയാണ് മിസ്റ്റർ ജോൺ വെബറുടേത്. അവരത് അക്സെപ്റ്റ് ചെയ്യുന്നു. അവർ തമ്മിൽ മെല്ലെ ചാറ്റിങ് മെസ്സഞ്ചറിൽ ആരംഭിക്കുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് ഉപരിസഭയിലെ ഒരു അംഗമായിരുന്നുവെന്നും വലിയ വ്യവസായിയായിരുന്നുവെന്നും ഇപ്പോൾ അദ്ദേഹം ജോലിയൊന്നും ചെയ്യാതെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റിയും അതായത് ചാരിറ്റിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണെന്നും അദ്ദേഹത്തിന് ലോകം മുഴുവൻ വലിയ സൗഹൃദ വലയമുണ്ടെന്നും ഒക്കെ പറഞ്ഞാണ് സുമയ്ക്ക് മെസ്സേജുകൾ വരുന്നത്. സുമയും സുമയുടെ കാര്യങ്ങൾ പറയുന്നു. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദധാരിയായ സുമ തൊഴിലില്ലാത്ത ആളാണെന്നും നാട്ടിൽ ചില തൊഴിലുകൾക്ക് ശ്രമിക്കുകയാണെന്നും ഒക്കെ പറയുന്നു. ഇവർ തമ്മിലുള്ള ഈ ചാറ്റിങ്ങിന് മൂത്ത് ആ വാക്കാണ് കൃത്യം, മൂത്ത് വരുമ്പോൾ ജോൺ വെബർ പറയുന്നു അയാൾ 2 മില്യൺ പൗണ്ട് സുമയ്ക്ക് അയച്ചു കൊടുക്കാം. നാട്ടിൽ അയാൾക്ക് ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിനകത്തുനിന്ന് 10% പൈസ, അതായത് 2 ലക്ഷം പൗണ്ട് സുമയ്ക്ക് ശമ്പളമായി എടുക്കാം ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. ബാക്കിയുള്ള പണം നാട്ടിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. സുമയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയിട്ടുണ്ടാവും, സായിപ്പ് അറിയാതെ കുറച്ച് കാശും കൂടെ ഒക്കെ അടിച്ചു മാറ്റാമല്ലോ എന്ന്. എന്തായാലും അവർ അത് സമ്മതിക്കുന്നു. ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ അയച്ചു കൊടുക്കുന്നു. ഇത് കൂട്ടുകാരോട് പോലും പറയുന്നതുമില്ല. വീട്ടുകാരോട് ഒട്ടുമേ പറയില്ലല്ലോ ഇനം കാര്യങ്ങൾ. 2 ആഴ്ച കഴിയുമ്പോൾ സുമയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു മുംബൈയിൽ നിന്ന്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 2 മില്യൺ പൗണ്ട് വന്നിട്ടുണ്ട്, റിസർവ് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. ആ പൗണ്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു 18,250 രൂപ റിസർവ് ബാങ്കിലേക്ക് ഫീസായി അയച്ചു തരണം എന്ന് പറയുന്നു. സുമ വളരെ കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കി അയച്ചു കൊടുക്കുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒരു കോൾ വരുന്നു. 18,250 രൂപ ഞങ്ങൾക്ക് സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ പുതിയ നിയമം അനുസരിച്ച് നിങ്ങളൊരു 43,500 രൂപ കൂടി അയച്ചെന്നെങ്കിൽ മാത്രമേ ഈ പൈസ നിങ്ങളിലേക്ക് ക്ലിയർ ചെയ്ത് വരൂ. സുമ കയ്യിലുണ്ടായിരുന്ന എന്തോ ആഭരണം പണയം വെച്ച് ആ കാശ് വെച്ചു കൊടുത്തു. അങ്ങനെ വീണ്ടും ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ച് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇതല്ലേ ബാങ്ക്, ഇതല്ലേ നാട്, അവിടെ പൈസ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇതേപോലെ സമാനമായി ജോൺ വെബറും സംസാരിക്കുന്നുണ്ട് സുമയോട്. ബാങ്കിലെ ഉദ്യോഗസ്ഥർ, റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പൈസ എടുക്കേണ്ടത്, അത് എത്ര പൈസ ഒരുമിച്ച് എടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള പാഠങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും മറ്റൊരു ലേഡി വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾ ഇതുവരെ അയച്ച പൈസയൊക്കെ കിട്ടി, ബാങ്കിൽ നിന്ന് നാളെ പണം ട്രാൻസ്ഫർ ചെയ്യുകയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. പക്ഷേ വേറൊരു വലിയ പ്രശ്നം വന്നിരിക്കുന്നു. അതായത് സെറ്റിൽമെൻറ്റ് ഫീ എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് നേരത്തെ ഉദ്ദേശിച്ചിരുന്നില്ല. അതിന് ഒരു 2,24,000 രൂപ കൂടി അയച്ചതെങ്കിലേ ഈ പൈസ വരികയുള്ളൂ എന്ന് പറയുന്നു. വരാൻ പോകുന്ന തുക എത്രയാണ്? ഏതാണ്ട് 20 കോടി രൂപയോളമാണ്. അപ്പോൾ സുമ ആരോടൊക്കെയോ കടം മേടിച്ച്, ബന്ധുക്കളോടൊക്കെ കള്ളം പറഞ്ഞ് കടം മേടിച്ച്, ചില സുഹൃത്തുക്കളോടൊക്കെ പലരുടെ കയ്യിൽ നിന്നായി കടം മേടിച്ച് 2 ലക്ഷത്തിലധികം രൂപ അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് വീണ്ടും അയച്ചു കൊടുക്കുന്നു. പിന്നെ യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല. വെബറും ഇല്ല. വെബർ ഈ സൈറ്റിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന് പോവുകയും ചെയ്തു. മെസ്സഞ്ചറിലും ഇല്ല. ഈ വിളിച്ച നമ്പറുകളെല്ലാം ബ്ലോക്ക്ഡാണ്. യാതൊരു വിവരവുമില്ല. അങ്ങനെ ഒരു മിനിമം ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കണ്ടേ ലണ്ടനിലെ ജോൺ വെബർക്ക് എന്താണ് ഇടുക്കിയിലെ സുമയുമായൊരു താല്പര്യം? അത് ആലോചിച്ചാൽ തന്നെ ഈ ഒരു കുരുക്കിൽ വീഴാതിരിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ആദ്യത്തെ തവണ പണം ചോദിച്ചപ്പോൾ ഇതാരോടെങ്കിലും സംസാരിക്കേണ്ടതല്ലേ? ഇതൊന്നും സംസാരിക്കാതെ അവരുടെ തലയിൽ തല വെച്ചു കൊടുക്കുക, അവരുടെ കയ്യിലേക്ക് തല വെച്ചു കൊടുക്കുക എന്നുള്ള ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അബദ്ധം പറ്റിയ സുമയ്ക്ക് പോലും നമ്മുടെ നിയമത്തിൽ വ്യവസ്ഥകളുണ്ട്. നിയമപരമായി നീങ്ങിയാൽ ഇതിൽ കുറേയെങ്കിലും പണം ഒരുപക്ഷെ തിരിച്ചു കിട്ടാൻ കഴിയുമായിരിക്കും. സുമ ചെയ്യേണ്ടത് ആ ഫോൺ നമ്പറുകൾ, ആ ബാങ്ക് അക്കൗണ്ട് നമ്പറുകളുമായി പോലീസിനെ സമീപിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് കൃത്യമായി ചെയ്യുന്ന ഏതെങ്കിലും അഭിഭാഷകരെ സമീപിക്കുക എന്നുള്ളതാണ്. ആ പണം ഒരുപക്ഷെ കിട്ടിയെന്നിരിക്കാം, അല്ലെങ്കിൽ ആ ഇനം കള്ളന്മാരിൽ കുറേ പേരെങ്കിലും പിടിക്കാൻ പറ്റിയെന്നിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയല്ല വേണ്ടത്. പകരം പരസ്യമായി ഇത് കാര്യങ്ങളെ ഇടപെടുക, നിയമപരമായി തന്നെ പോവുക, ഒരിക്കലും ഈ രഹസ്യ ബാന്ധവങ്ങൾക്ക് പോകാതിരിക്കുക. അത് വലിയ വലിയ അപകടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും.